ഗൈസ്, വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ എന്താ ഓർമ്മ വരുന്നത്? ചോക്ലേറ്റുകളും ഗിഫ്റ്റുകളും വാലന്റൈൻസ് ഡേ കാർഡും ഒക്കെയാണോ? പക്ഷേ ഈ ദിവസത്തിന്റെ പുറകിലുള്ള കൊലയും രക്തവും നിറഞ്ഞ കഥകൾ അറിയാവോ നിങ്ങൾക്ക്? യെസ്, യു ഹേർഡ് മീ റൈറ്റ്. മിഡ് ഫെബ്രുവരിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ലൂപ്പർക്കേലിയ എന്ന പേഗൻ ഫെസ്റ്റിവലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, ഒരു എവല്യൂഷൻ ആയിട്ടാണ് വാലന്റൈൻസ് ഡേനെ കണക്കാക്കപ്പെടുന്നത്. ലൂപ്പർക്കസ് എന്ന ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റീനെ ഓണർ ചെയ്യാൻ വേണ്ടിയാണ് ലൂപ്പർക്കേലിയ എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ സെലിബ്രേഷൻ ആദ്യം തുടങ്ങിയത് ഒരു മനുഷ്യർക്ക് വേണ്ടിയായിട്ടുള്ള ഒരു സെലിബ്രേഷൻ അല്ലായിരുന്നു. പക്ഷേ അത് ആടുകൾക്കും പശുക്കൾക്കും ഒക്കെ നല്ല ഫെർട്ടിലിറ്റി ഉണ്ടാവാനാണ് ആദ്യം ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ ആസ് ദ ടൈം പാസ് ബൈ ഹ്യൂമൻസ് അത് അങ്ങ് അഡോപ്റ്റ് ചെയ്തു. ഈ സെലിബ്രേഷൻ്റെ ഒരു മെയിൻ റിച്വൽ എന്തെന്ന് വെച്ചാൽ ആടുകളെയും പട്ടികളുമൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് അവരുടെ രക്തത്തിൽ ആടിൻ്റെ തൊലിയെടുത്ത് മുക്കിയിട്ട് യങ് ഫീമെയിൽസിനെ വിപ്പ് ചെയ്യുക അഥവാ അടിക്കുക. എന്നിട്ട് ഈ അടി കാരണം അവരുടെ കുട്ടികളില്ലായ്മ, അല്ലെങ്കിൽ അവർക്ക് ഈ കുട്ടികൾ ഇനി ഉണ്ടാകാൻ പോവുകയാണെങ്കിൽ അത് നല്ല കുട്ടികളായിരിക്കാനും അവരുടെ ബേസിക്കലി ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ആയിട്ടാണ് ഈ ഒരു സെലിബ്രേഷൻ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിപ്പ് അല്ലെങ്കിൽ ഈ അടി മേടിക്കാൻ വേണ്ടിയിട്ട് ഗേൾസ് അങ്ങോട്ട് പോകും. ഈ അടി മേടിക്കുന്നത് ഒരു വെരി ഗുഡ് ഓമൻ ഓഫ് ഫെർട്ടിലിറ്റി ആയിരുന്നു. അപ്പോഴാണ് എംപറർ ക്ലോഡിയസ് സീനിലേക്ക് വരുന്നത്. ക്ലോഡിയസ് ഒരു റോമൻ എംപറർ ആയിരുന്നു. പുള്ളിക്കാരന് ആകെ ഒറ്റ എയിമേ ഉണ്ടായിരുന്നു: എംപയർ എങ്ങനെ വലുതാക്കാം, എംപയർ ഇനി കൂടുതൽ വേണം. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരന് വേണ്ടത് ഒരു സ്ട്രോങ് ആർമി ആയിരുന്നു. ആ സ്ട്രോങ് ആർമിയിൽ കുറേ ആൾക്കാരും വേണം. അതും വെറും ആൾക്കാരല്ല, മിലിറ്ററി ഏജ്ഡ് യങ് മെയിൽസ്. പക്ഷേ ഈ മിലിറ്ററി ഏജ്ഡ് യങ് മെയിൽസ് കല്യാണം കഴിച്ചാൽ സോഫ്റ്റ് ആവും, കല്യാണം കഴിച്ചാൽ വീക്ക് ആവും, പിന്നെ വാറിന് പോകാൻ പറ്റൂല, പിന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് കുറയും, കുറേ ടൈം വേസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ മാരേജ് എന്ന സംഭവം ടോട്ടലി ബാൻ ചെയ്തു. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. പുള്ളിക്കാരൻ മാരേജ് എന്ന സംഭവം ടോട്ടലി ബാൻ ചെയ്തു. എന്നിട്ട് അതിന് പകരമായിട്ടൊരു കോപ്പിംഗ് മെക്കാനിസമായിട്ടാണ് നമ്മൾ ഈ ലൂപ്പർക്കേലിയ എന്ന സെലിബ്രേഷനിൽ മച്ചന്മാർ ഫുൾ വെള്ളം അടിച്ചിട്ട് റാൻഡമായിട്ട് മാച്ച് മേക്ക് ചെയ്യും. ഈ മാച്ച് മേക്കിങ്ങിൽ റാൻഡം വിമനെ റാൻഡം മെന്നായിട്ട് കണക്ട് ചെയ്ത് വിടും. ആൻഡ് ദേ വിൽ ഹാവ് സെക്സ് ആൻഡ് ദേ വിൽ ഡ്രിങ്ക് എ ലോട്ട് ആൻഡ് ദേ വിൽ പാർട്ടി. ആൻഡ് ഇതെല്ലാം സൊസൈറ്റീനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഫാമിലി എന്ന സ്ട്രക്ചർ തന്നെ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞുകയാണ്. ഇത് വെറും സെക്സ് എന്നൊരു കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു പ്രോസസ്സായിട്ട് അതങ്ങ് ഡീഗ്രേഡ് ആയി. ദിസ് അഫക്റ്റഡ് സൊസൈറ്റി ബിക്കോസ് ഭയങ്കര കെയോട്ടിക് ആയിരുന്നു ഫാമിലീസ് ഇല്ലാതെ സൊസൈറ്റി. ഇപ്പോഴാണ് സെയിൻറ്റ് വാലന്റൈൻ സീനിലേക്ക് വന്നത്. പുള്ളിക്കാരൻ വാസ് എഗൻസ്റ്റ് ഓൾ ദിസ്. ഹീ സപ്പോർട്ടഡ് മാരേജസ്, ഹീ സപ്പോർട്ടഡ് ദ ബൈബിൾ, ഹീ സപ്പോർട്ടഡ് ക്രിസ്ത്യൻ വാല്യൂസ്. പുള്ളിക്കാരൻ അണ്ടർ കവറായിട്ട് യങ് കപ്പിൾസിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് അവന് സ്ലോലി ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ സ്ലോലി ആൻഡ് ഇവൻച്വലി ദ എംപറർ ക്ലോഡിയസ് ഫൗണ്ട് ഔട്ട്. ആൻഡ് ക്ലോഡിയസ് വെറുതെ വിട്ടില്ല സെയിൻറ്റ് വാലന്റൈനെ. പുള്ളിക്കാരനെ ജയിലിലിട്ടു. ആൻഡ് ഹി വാസ് ഇവൻച്വലി സെൻറ്റൻസ്ഡ് ടു ഡെത്ത്. അതും വെറുതെ അല്ല കൊന്നത്, ഹി വാസ് ബിഹെഡഡ്. പുള്ളിക്കാരനെ തല വെട്ടിക്കൊന്നു. പക്ഷേ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം പുള്ളിക്കാരൻ ജയിലിലുണ്ടായിരുന്നു. ആൻഡ് പുള്ളിക്കാരൻ ജയിലിലുണ്ടായിരുന്നപ്പോൾ പുള്ളിക്കാരൻ ഒരുമിപ്പിച്ച് വിട്ട ലവേഴ്സ് പുള്ളിക്കാരനെ കാണാൻ വന്നു. ആൻഡ് പുള്ളിക്കാരനെ കണ്ടിട്ട് റോസസ് പുള്ളിക്കാരൻ്റെ ജയിലിൻ്റെ ഫ്രണ്ടിൽ ഇടാൻ തുടങ്ങി. അപ്പോൾ ആ റോസസ് എന്ന മെമ്മറിയാണ് ഇന്നത്തെ കാലത്തെ ഈ വാലന്റൈൻസ് ഡേയും റോസസും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാക്കിയത്. ആൻഡ് അതുമാത്രമല്ല, പുള്ളിക്കാരൻ അവിടുത്തെ ജയിലറുടെ മോളുടെ അടുത്ത് ഇഷ്ടത്തിലായി. ഹി വാസ് ഡീപ്ലി ഇൻ ലവ് ആൻഡ് ലവ് ലെറ്റേഴ്സൊക്കെ എഴുതാൻ തുടങ്ങി. ആൻഡ് പുള്ളിക്കാരനെ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ ലാസ്റ്റായിട്ട് എഴുതിയ ലവ് ലെറ്ററിൽ അവസാനത്തെ വാക്കുകളാണ് ഫ്രം യുവർ വാലന്റൈൻ. ഈ വാക്കാണ് അല്ലെങ്കിൽ ഈ ഫ്രേസാണ് ഇന്നത്തെ കാലത്തിലെ കാർഡുകളും വാലന്റൈൻസ് ഡേയും പിന്നെ ഉള്ള ലവ് ലെറ്റേഴ്സിലും എല്ലാം ഈ വാലന്റൈൻ, ബി മൈ വാലന്റൈൻ എന്ന് പറയുന്നതെല്ലാം ഈ ഫ്രം യുവർ വാലന്റൈൻ എന്ന ഫ്രേസിൽ നിന്നാണ് ഗൈസ്. പക്ഷേ ക്യാപിറ്റലിസ്റ്റ് വെച്ച് സീനാണല്ലേ. കഴിഞ്ഞ മാസം വരെ 50 രൂപയായിരുന്ന റോസ് പെട്ടെന്ന് ഫെബ്രുവരി ആകുമ്പോൾ 100 രൂപയാവും. കഴിഞ്ഞ മാസം വരെ 100 രൂപയായിരുന്ന ചോക്ലേറ്റ് പെട്ടെന്നൊരു ഹാർട്ട് അങ്ങ് വന്നാൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹാർട്ട് അങ്ങ് അടിച്ചിട്ടാൽ പെട്ടെന്ന് അത് 200 അല്ലെങ്കിൽ 250 രൂപയാവും. വാലന്റൈൻസ് ഡേ എഡിഷൻ എന്ന് പറഞ്ഞ് എല്ലാത്തിനും വാലന്റൈൻസ് ഡേ എഡിഷൻ വരാൻ തുടങ്ങി. ആൻഡ് ഇവരുടെ കോൺസ്റ്റൻറ്റ് മാർക്കറ്റിംഗ്, ഈ വലിയ വലിയ കമ്പനീസിൻ്റെ കോൺസ്റ്റൻറ്റ് മാർക്കറ്റിംഗ് കാരണം ഈ വാലന്റൈൻസ് ഡേ എന്ന ഈ നറേറ്റീവ് നമ്മുടെ ബ്രെയിനിൽ ഇംപ്രിൻ്റ് ആയി. ബട്ട് ദിസ് ഈസ് നത്തിങ് ബട്ട് ക്യാപിറ്റലിസംസ് വേ ഓഫ് സേയിങ് ദാറ്റ് യു ഷുഡ് ബൈ മോർ, യു ഷുഡ് ബൈ മോർ, യു ഷുഡ് ബൈ മോർ. ഈ ക്യാപിറ്റലിസ്റ്റ് വിൽ സേ എനിത്തിങ് ടു മേക്ക് യു ബൈ മോർ ആൻഡ് മോർ ആൻഡ് മോർ ആൻഡ് മോർ. കൺക്ലൂഡ് ചെയ്യാൻ ഗൈസ്, എനിക്കാകെ ഒന്നേ പറയാനുള്ളൂ: ഡോണ്ട് ലെറ്റ് സം റാൻഡം ആഡ് ഓർ സം റാൻഡം ഡേ ഡിഫൈൻ വാട്ട് ഇസ് ലവ് ഫോർ യു. എന്താണ് സ്നേഹം എന്ന സംഭവം നിങ്ങൾക്കായി ചൂസ് ചെയ്യണം. അല്ലാതെ ഒരു ഡേയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആഡോ അല്ലെങ്കിൽ ഒരു ഈ ക്യാപിറ്റലിസ്റ്റുകളുടെ ഓരോ ട്രിക്സോ അതൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ മനസ്സിൽ ലവിനെ ഡിഫൈൻ ചെയ്യുന്നത്. So that's all for today guys. If you like this sort of content, don't forget to like, share and subscribe, and bye.